യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം വായിച്ച് ദൈവനിയോഗപ്രകാരം നിങ്ങളോട് ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 37-3 അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടതയും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ. മതി. അത്രയും വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് 3-ാം വാക്യം വായിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം എത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. സ്തോത്രം. 3 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. 3 കാര്യങ്ങൾ, 3 നിലവാരത്തിൽ നമ്മൾ ഇന്ന് രാത്രികാലം ശുശ്രൂഷയ്ക്ക് വേണ്ടി വകതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹിസ്കിയ രാജാവിൻ്റെ ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിസ്കിയാവ് മരിക്കത്തക്ക ദീനം പിടിപെട്ട് കിടന്ന സമയത്ത് യെശയ്യാവ് വന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം മരിക്കുമെന്ന് ദൂത് പറഞ്ഞു വിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് മരണം നീങ്ങി 15 വർഷം കൂടി ആയുസ് നീട്ടിയെടുക്കത്തക്ക രീതിയിൽ പ്രാർത്ഥന കൊണ്ട് മരണത്തെ തള്ളി മാറ്റിയ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് ഹിസ്കിയാവ്. രാജാവായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തിയ മനുഷ്യനാണ്. ഹിസ്കിയാവിൻ്റെ 3 പ്രാർത്ഥനകൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനകൾ. എന്നാൽ 3 പ്രാർത്ഥനകൾ ബൈബിളിൽ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് എന്ന് പറയാൻ ഇടയായി തീർന്നത്. 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് 38-ാമത്തെ അധ്യായത്തിനകത്ത്, യെശയ്യാ പ്രവചനം 38-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 4-5 വാക്യങ്ങൾ. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. അപ്പോൾ സ്തോത്രം, ഈ വാക്യത്തിനകത്ത് ഹിസ്കിയാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, അത് തൻ്റെ ആയുസ് കൂട്ടിക്കൊടുത്ത പ്രാർത്ഥനയാണ്. മരിക്കുമെന്ന് നിശ്ചയിച്ച സ്ഥാനത്ത് മരണത്തിൽ നിന്ന് ദൈവമായ കർത്താവ് വിടുവിച്ച പ്രാർത്ഥനയാണ്. തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന വിഷയത്തിനുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. അങ്ങനെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് മരണം നീക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. അത് കടഭാരം ഉണ്ടായിരുന്നു, കടം മാറും പ്രാർത്ഥനയാൽ രോഗസൗഖ്യം ഉണ്ടാകാം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഏറ്റവും ഒടുവിലത്തെ ശത്രു എന്ന് പറയുന്നത് മരണമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒടുവിലത്തെ ശത്രുവായിരിക്കുന്ന മരണത്തെ തോൽപ്പിച്ച് ജീവൻ തിരിച്ചു പിടിക്കുന്നത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല. സ്തോത്രം. അതാരുടെയാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ വിഷയമാണെങ്കിലും മറ്റൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് പല ലെവലുകളുണ്ട്, പല 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 പവറുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരേ ശക്തിയല്ല. സ്തോത്രം. അതുകൊണ്ടാണ് ശൗമേൽ പ്രവാചകനോട് ഇസ്രായേലിലെ ആളുകൾ വന്ന് പറഞ്ഞത്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. അവർ പ്രാർത്ഥിക്കാത്തവരായതുകൊണ്ടല്ല, മറ്റ് പലരുടെ പ്രാർത്ഥനയേക്കാൾ, ഒരു രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെ പ്രാർത്ഥനയേക്കാൾ ശൗമേൽ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാവരും പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തതാണ് ശൗമേൽ ഒരു ദിവസം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫെലിസ്ത്യർ ഒതുങ്ങിയ പ്രാർത്ഥന, അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടിയ പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് ആ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായതല്ല, നിരന്തരമായി ദൈവത്തിൻ്റെ പെട്ടകവുമായി ചേർന്ന് കിടന്ന്, ദൈവത്തിൻ്റെ ആലയത്തോട് ചേർന്ന് കിടന്ന് ദൈവിക സമ്പർക്കത്തിൽ നിന്നൊരു മനുഷ്യനായതുകൊണ്ടാണ് ഒറ്റ പ്രാർത്ഥന കൊണ്ടൊരു രാജ്യം നേരിട്ട യുദ്ധക്കെടുതികൾ പ്രാർത്ഥിച്ചൊതുക്കത്തക്ക രീതിയിൽ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിച്ചത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വ്യാപരിച്ച ആത്മഭാരം കൊണ്ടാണ്. അതുപോലത്തെ ഒന്നാണ് മരണം നീങ്ങുന്ന പ്രാർത്ഥന. രാത്രി എത്ര പേർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ ശക്തി കൂടണമെന്ന്? മരണം നീക്കുന്ന പ്രാർത്ഥന, യുദ്ധം നിർത്തുന്ന പ്രാർത്ഥന,
അങ്ങനെയുള്ള പല പ്രാർത്ഥനകൾ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് കാണാൻ 3 പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് വാക്യത്തിലേക്ക് വരണമല്ലോ. മറ്റൊരു പ്രാർത്ഥനയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ സ്തോത്രം യെശയ്യാപ്രവചനം തന്നെ 37-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹേരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവനെക്കുറിച്ച് യഹോവ അരുളിച്ചത് വചനമാവിത്. അപ്പോൾ രണ്ടാമത്തെ പ്രാർത്ഥന, അശ്ശൂർ രാജാവ് ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ രാജാവായിരിക്കുന്ന ഹിസ്കിയാവിന് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റാതെ ആയപ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ സർവശക്തനായ ദൈവം അന്ന് രാത്രി യുദ്ധം ഏറ്റെടുത്തു. രണ്ടാമത്തെ പ്രാർത്ഥന, ഒരു രാജ്യം നേരിട്ട യുദ്ധം ദൈവത്തെ ഏൽപ്പിക്കാൻ വേണ്ടി ആ പ്രാർത്ഥന കേട്ട് ദൈവം യുദ്ധം ഏറ്റെടുത്ത പ്രാർത്ഥന. സ്തോത്രം. അതൊരു ചെറിയ പ്രാർത്ഥനയല്ല, വലിയ പ്രാർത്ഥനയാണ്. അടുത്തൊരു വാക്യം നിങ്ങളൊന്ന് വായിച്ചത് 2 ദിനവൃത്താന്തം 30:20 മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാമോ? 2 ദിനവൃത്താന്തം 30:20 പെട്ടെന്ന് വായിച്ചാട്ടെ. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം 20-ാമത്തെ വാക്യം. യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. അങ്ങനെ യെരൂശലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആദ്യത്തെ വാക്ക് മാത്രം എടുത്താൽ മതി. അങ്ങനെ യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. മതി. സ്തോത്രം. 3 പ്രാർത്ഥനകൾ ഹിസ്കിയാവ് ജീവിതത്തിൽ ആകപ്പാടെ 3 പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ബൈബിളിനകത്ത് 3 പ്രധാന പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തത് തൻ്റെ മരണം നീക്കിയ പ്രാർത്ഥന, രണ്ടാമത്തത് യുദ്ധം നിർത്തിയ പ്രാർത്ഥന, മൂന്നാമത്തത് ജനത്തെ സൗഖ്യമാക്കിയ പ്രാർത്ഥന. രാത്രികാലം ദൈവസന്നിധിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാകത്തിനുള്ള പ്രാർത്ഥനകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഈ സഭ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നവരാണ്. നിങ്ങളിൽ പലരും സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള പ്രാർത്ഥന, ഏത്? യുദ്ധം നിർത്തലാക്കുന്ന പ്രാർത്ഥന, ചിലരെ സൗഖ്യമാക്കുന്ന പ്രാർത്ഥന, മരണം നീക്കുന്ന പ്രാർത്ഥന, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അത് ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഓർത്ത് നോക്കി, ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഈ പ്രാർത്ഥനയുടെ വരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരിക. ഭയങ്കരമായ രോഗം പിടിപെട്ട് നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത്, കയ്യിലെ പണം എല്ലാം തീർന്ന് ഓപ്പറേഷനൊക്കെ വിധേയപ്പെട്ട് 1 വർഷത്തോളം റെസ്റ്റ് എടുത്ത് ശരീരം ക്ഷീണിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ജീവൻ നിലനിർത്തിയെന്നിരിക്കട്ടെ. ആ കണ്ടീഷനിൽ പോകുന്ന ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രോഗം സൗഖ്യമാക്കുന്ന പ്രാർത്ഥനയുടെ വരമുണ്ടായിരുന്നെങ്കിൽ സ്തോത്രം, ഒരുപക്ഷെ അത്രയും പോകേണ്ട വരില്ലായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഓർത്ത് നോക്കിയേ, മരണത്തെ നീക്കുന്ന പ്രാർത്ഥന എനിക്ക് ആ കൃപയുണ്ടായിരുന്നെങ്കിൽ ചില മരണങ്ങൾ സംഭവിക്കില്ലായിരുന്നു. ഇന്ന് രാത്രികാലം എന്തിനാ ഇത് ഓർപ്പിക്കുന്നത്? ഞാൻ പതുക്കെ പറഞ്ഞു വരുന്നത്, ഇന്ന് രാത്രി ചിലത് സംഭവിച്ചിട്ടല്ല, സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് സാധാരണ പ്രാർത്ഥനയ്ക്കപ്പുറം, സാധാരണ കഴിവിനപ്പുറം ഇന്ന് രാത്രി ചിലരാ കൃപ നീ രാജാവായാലും മന്ത്രിയായാലും വീട്ടമ്മയായാലും സാധാരണ ബിസിനസ്സുകാരനായാലും പരിശുദ്ധ ദൈവത്തിന്റെ കയ്യിൽ ഈ വക കൃപകളുണ്ട്, ഈ വക പ്രാർത്ഥനകളുണ്ട്. സ്വർഗം ഇന്ന് രാത്രി വന്നിരിക്കുന്ന ആരോടോ പറയുന്നു, പറഞ്ഞ് ശീലിച്ച പഴയ പ്രാർത്ഥനയേക്കാൾ അധികാരത്തിന്റെ പ്രാർത്ഥന ഏറ്റെടുക്കാൻ ചില അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ചിലരോട് ദൈവം പറയുന്നു, നീ ആ പ്രാർത്ഥന ഏറ്റെടുത്താൽ ചില പ്രശ്നങ്ങളെ നീക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. ഒരു പ്രസംഗം കേൾക്കാൻ വന്നവരായിരിക്കരുത് നിങ്ങൾ. ഇന്ന് രാത്രി ചുരുക്കം പേരെ വന്നിട്ടുള്ളൂ. ഈ രാത്രി ചിലരോട് പറയുന്നു, പ്രാർത്ഥനയുടെ വരമുണ്ട്.
ഇന്ന് രാത്രി ഇനി നിന്റെ ജീവിതത്തിൽ ജനിച്ചാൽ മരിക്കണം, അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതല്ലാതെ കയറി വരുന്ന മരണത്തിന്റെ വ്യാപാരങ്ങളെ, മരണത്തിന്റെ ആത്മാവിനെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് ബന്ധിക്കാൻ എനിക്കൊരു വരമുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു കൃപയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇന്നലകളെ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു വരം എനിക്ക് ഇന്ന് രാത്രിക്കാലം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലരുടെ മരണം നീക്കാം, ചിലരുടെ രോഗം മാറ്റാം, ചില യുദ്ധങ്ങൾ, ചില പോരാട്ടങ്ങൾ ഇല്ലാതാക്കാം. രാത്രി ഞാൻ പറഞ്ഞല്ലോ, അന്തരീക്ഷം മാറി വരും, ചിലരുടെ മേലെ ഈ കൃപ പകരും. നിങ്ങൾ ഈ രാത്രി ഹോളിനകത്ത് കൈയടിച്ച് നിർത്തത്തില്ല. ഇവിടുന്ന് പോകുമ്പോൾ ചില വരവുമായി പോണം, ചിലരെ വിടുവിക്കാനുള്ള കൃപയുമായി പോണം, ചിലരെ ശക്തീകരിക്കാൻ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരു 2 മിനിറ്റെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു എന്നല്ല, സഭായോഗത്തിനിടയിൽ പാസ്റ്റർ പറയുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കുകയല്ല, മരണം നീക്കുന്ന പ്രാർത്ഥന. അങ്ങനെ ചിലരെ തിരുവനന്തപുരത്ത് ദൈവത്തിന് വേണം, നിന്റെ വീട്ടിൽ ദൈവത്തിന് വേണം. യുദ്ധം നിർത്തലാക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിന്റെ ജനത്തിന്റെ രോഗം സൗഖ്യമാക്കുന്ന പ്രാർത്ഥന. ഒരു രാജാവിന്റെ മേൽ കടന്ന് ദൈവകൃപയുടെ വ്യാപാരം കൊണ്ടാണ് ഈ 3 പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത്. പ്രാർത്ഥിച്ചോ. കർത്താവ് ഇന്ന് രാത്രികാലം ഒരു സാധാരണ പ്രാർത്ഥനക്കാരി എന്നതിനേക്കാൾ ചരിത്രത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനക്കാരനാക്കാൻ നിങ്ങൾക്ക് വേണ്ടുവോളം സമയം ചിലർക്ക് ദൈവം തന്നിട്ടുണ്ട്. വീട്ടിലിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, യോഗത്തിന് വരാൻ, വേദപുസ്തകം വായിക്കാൻ, ഒറ്റയ്ക്കിരുന്ന് ഉപവാസം എടുക്കാൻ ഒക്കെയുള്ള അവസരം തന്നിട്ടുണ്ട്. അവരോട് ദൈവം പറയുന്നു, സ്തോത്രം, ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചാൽ അന്തരീക്ഷം മാറ്റാനുള്ള കൃപ ദൈവം തരും. സ്തോത്രം, ഹല്ലേലൂയ. മരണത്തിന്റെ അന്തരീക്ഷം തളം കെട്ടി നടക്കുന്ന മുറിക്കകത്ത് ഒറ്റയ്ക്ക് ചുമരിനോട് ചേർന്ന് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ മരണത്തിന്റെ അന്തരീക്ഷം മാറി ആയുസ് കൂട്ടുന്ന അന്തരീക്ഷം വന്നു. ഹല്ലേലൂയ. യുദ്ധത്തിന്റെ അന്തരീക്ഷം ഇസ്രായേലിൽ കാർമേഘം പോലെ കൂടി വന്ന് കിടക്കുമ്പോൾ, ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിന്റെ മുകളിൽ നിന്ന് യുദ്ധം മാറിപ്പോയി വിടുതൽ വ്യാപരിക്കുന്ന ഒരു അന്തരീക്ഷം വന്നു. ആ കരങ്ങളിലേക്ക് ദൈവം കയറി പിടിക്കട്ടെ, ആ തലയിലേക്ക് ദൈവത്തിന്റെ കൈ കയറി വെക്കട്ടെ. ഇന്ന് രാത്രി ചിലരെ ഇമ്പാർട്ട് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ദൂതി പറയുക, ഞാൻ വചനത്തിനകത്തേക്ക് കയറിയിട്ടില്ല, അകത്ത് ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അന്തരീക്ഷം യുദ്ധത്തിന്റെ അന്തരീക്ഷമായിട്ടാണ് നീ നിന്റെ വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ, നിന്റെ ദേശത്ത് നിൽക്കുന്നതെങ്കിൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരാതെ ദൈവം അത് ഏറ്റെടുക്കുന്ന ഒരു അന്തരീക്ഷം. ഹല്ലേലൂയ. ദൈവാത്മാവ് അത് ചെയ്യട്ടെ. വീടിനകത്തൊരു മരണത്തിന്റെ അന്തരീക്ഷം വ്യാപരിച്ചാൽ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യല്ല, പ്രാർത്ഥിച്ച് ആ മുറിയിലെ അന്തരീക്ഷം മാറ്റണം, ജീവൻ തിരിച്ചു പിടിക്കണം. രോഗത്തിന്റെ ദേശത്ത് ജനത്തിന് സൗഖ്യമെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഹിസ്കിയാവിന് മുമ്പുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ എന്താ കാര്യം എന്നറിയാമോ? ഹിസ്കിയാവിന്റെ മുമ്പിലുള്ള അദ്ദേഹത്തിന്റെ അപ്പൻ, സ്തോത്രം, ദൈവാലയത്തെ അടച്ചു കളഞ്ഞവൻ. സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്തിൽ വായിക്കുന്ന 19-ാമത് 2 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവരുടെ ചരിത്രം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹിസ്കിയാവിൻ്റെ, സ്തോത്രം, ഹല്ലേലൂയ, ചരിത്രം എഴുതിയിരിക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, അപ്പൻ ഹിസ്കിയാവിനെ പിതാവ് ദൈവാലയത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. വാതിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. വാതിലടച്ചു. അങ്ങനെ വാതിൽ അടച്ച, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, വാതിലടച്ച്, സ്തോത്രം. ഞാൻ ആ വാക്യം നിങ്ങളെ എടുത്ത് വായിച്ച് കേൾപ്പിക്കാം. പുറകാലെ സ്തോത്രം കേൾക്കണേ. ആ ഈ ദൈവാലയത്തിന്റെ വാതിൽ അടച്ച് 2 ദിനവൃത്താന്തം 28:4 വായിക്കണം. 2 ദിനവൃത്താന്തം 28:4, 2 ദിനവൃത്താന്തം 28:4 വായിച്ച്. 28-24 വായിച്ചു. 28-24. ദൈവാലയത്തിന്റെ ഉപകരണങ്ങൾ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ
അടച്ചു കളഞ്ഞു. സ്തോത്രം. ആഹാസ് രാജാവ് ഹിസ്കിയാവിന്റെ അപ്പനാണ്. 2 ദിനവൃത്താന്തം ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യഹോവയുടെ ആലയത്തിലേക്ക് ആരും കയറാതെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകളെ അടച്ചു കളഞ്ഞു. സ്തോത്രം. ഇനി നമ്മൾ ആദ്യം വായിച്ചതാണ് 30:20. യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് സൗഖ്യമാക്കി, ജനത്തെ സൗഖ്യമാക്കി. 28-ാമത്തെ അധ്യായത്തിനകത്ത് ആലയത്തിന്റെ വാതിലടച്ചു. 30-ാമത്തെ അധ്യായത്തിനകത്ത് ജനത്തെ സൗഖ്യമാക്കി എന്ന് വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ആലയത്തിന്റെ വാതിൽ അപ്പൻ അടച്ചതോടുകൂടെ ജനമെല്ലാം വലിയ തകർച്ചയിലേക്ക് എത്തി. ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയെന്നല്ല, ജനത്തെ എഴുതിയിരിക്കുന്നത്. ജനത്തിന് മൊത്തം ഏത് ടൈപ്പ് സൗഖ്യമാണെന്നറിയില്ല, പക്ഷെ എല്ലാവരും പ്രശ്നത്തിലായി. ആലയമടഞ്ഞാൽ വലിയ കെടുതികൾ വരും. ആത്മീകമടഞ്ഞാൽ വലിയ രോഗങ്ങൾ വരും. ഒരാൾക്കല്ല, ആ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്ക്. സ്തോത്രം. ഹിസ്കിയാവ് വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ഹിസ്കിയാവ് ചെയ്ത കാര്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 29-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. മതി. സ്തോത്രം. അപ്പൻ അടച്ച ആലയത്തിന്റെ വാതിലുകൾ തൻ്റെ കാലത്ത് തുറന്നിട്ടിട്ട് പ്രാർത്ഥിച്ചപ്പോൾ, അടഞ്ഞപ്പോൾ ജനം മുഴുവൻ രോഗികളായി. സൗഖ്യം വരണമെങ്കിൽ രോഗമായിരിക്കണമല്ലോ. സ്തോത്രം. വിടുതൽ കിട്ടിയെന്നാണെങ്കിൽ ബന്ധനമായനെ. സൗഖ്യം എന്ന് പറയുമ്പോൾ രോഗമായിരിക്കുമല്ലോ. ആലയത്തിന്റെ വാതിൽ അപ്പൻ അടച്ചപ്പോൾ ദേശത്തെ മുഴുവൻ ആളുകൾ രോഗത്തിന്റെ പിടിയിലായി. ഹിസ്കിയാവ് ആലയത്തിന്റെ വാതിൽ തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുഴുവൻ ആളുകൾ സൗഖ്യമായി. ഇന്ന് രാത്രി ഇതിന്നൊരു ആത്മീയ കാര്യം പാടിക്കണം. നിങ്ങളുടെ വീട്ടിൽ ആത്മീകത്തിന്റെ വാതിൽ അടച്ചാൽ, സ്തോത്രം, ദുഷ്ടശക്തികൾ കയറി പിടിക്കാൻ തുടങ്ങും. അത് ഓരോരുത്തരെ, അപ്പനെ ബാധിക്കും, അമ്മയെ ബാധിക്കും, മോനെ ബാധിക്കും, മരുമോളെ ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. എന്നാൽ ആലയത്തിന്റെ വാതിൽ തുറന്നാൽ, അഥവാ ആത്മീകത്തിന്റെ വഴി തുറന്നാൽ, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരോട് ദൈവാത്മാവിൽ പറയാ, നിന്റെ പ്രാർത്ഥനയിൽ സൗഖ്യം വ്യാപരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു വാക്ക് ദൈവം പറഞ്ഞത്. ഞാൻ എപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, തുടക്കത്തിൽ പറയുന്നത് എന്താണോ അതായിരിക്കും പ്രസംഗത്തിൽ വരുന്നത്. ഇന്ന് രാത്രി അന്തരീക്ഷം മാറുമെന്ന് പറഞ്ഞില്ലേ? ആലയത്തിന്റെ വാതിൽ അടച്ചപ്പോൾ രാജ്യത്തിന്റെ അന്തരീക്ഷം മാറി. സ്തോത്രം. അവിടെ രോഗത്തിന്റെ അന്തരീക്ഷം വെളിപ്പെട്ടു. ഹല്ലേലൂയ. വായിച്ച വാക്യത്തിലേക്ക് നിശ്ചയമായിട്ടും വരാം. പക്ഷെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പറയുന്നത് ഇന്ന് രാത്രി മുറുകെ പിടിക്കണം. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിനകത്ത് രോഗത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന, അച്ഛനിടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ടെന്നല്ല, കൊച്ചിനിടയ്ക്കിടയ്ക്ക് ചുമ വരാറുണ്ടെന്നല്ല, വീട്ടിൽ രോഗത്തിൻ്റെ അന്തരീക്ഷം, അതിങ്ങനെ നടുവേദനയും കാലുവേദനയും വയറുവേദനയായിട്ട് ഒരാൾക്ക് മാറി ഒരാൾക്ക്, മൃഗങ്ങൾക്ക് പോലും അങ്ങനെ വന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവം പറയുന്നത് നിന്നെ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വിടുന്നത് അന്തരീക്ഷം മാറ്റാനുള്ള കൃപ കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞല്ലേ തുടങ്ങിയത്. അതിന്റെ വെളിച്ചം ദൈവാത്മാവ് കൊണ്ടുവരിക. ഹിസ്കിയാവ് എന്ന രാജാവ്, സ്തോത്രം, ദേശത്തിന്റെ അന്തരീക്ഷം മാറ്റുകയാ. അപ്പൻ ആഹാസിന്റെ കാലത്ത് അന്തരീക്ഷം രോഗത്തിന്റെ ആയിരുന്നു. എല്ലാരും രോഗികൾ, എല്ലാരും ബലഹീനർ. ഇന്ന് രാത്രി സ്വർഗം ഇടപെട്ടിട്ട് പറയുക, നിന്റെ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യം വരികയാ, നിന്റെ വീട്ടിലേക്ക് സൗഖ്യം. ഇനി ഒരാളെ ഒരു രോഗവും തുടരരുത്. മരണത്തിന്റെ അന്തരീക്ഷം ആ വീട്ടിൽ നിഴലിച്ച് നിൽക്കരുത്. യുദ്ധത്തിന്റെ അന്തരീക്ഷം, 3 അന്തരീക്ഷങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ മാറ്റുന്നത് സ്വർഗം ഒരു വചന വെളിപ്പാട് പറയുക. ആർക്കാ അത് വേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി കൃപയുള്ള ദൈവമക്കൾ, ശുശ്രൂഷകന്മാർ, നീ ചുമ്മാ ട്രാക്റ്റും കൊണ്ട് നാൽക്കവരെ കൂടെ നടക്കുകയല്ല, ചുമ്മാ പരസ്യോഗം നടത്താൻ വേണ്ടി മൈക്കും കൊണ്ട് നടക്കുകയല്ല. അന്തരീക്ഷം മാറ്റുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ നിന്ന് പകർന്നുകൊണ്ട് പോകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം വചനത്തിൽ നിന്ന് 4 പോയിന്റ് പറയുന്നതിനേക്കാൾ കർത്താവിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, അന്തരീക്ഷം മാറ്റാൻ ഹിസ്കിയാവിന് കിട്ടിയ ചില കൃപ ഇന്ന് രാത്രി ചിലർക്ക് ദൈവം കൊടുക്കുക. 3 വിധ അന്തരീക്ഷങ്ങൾ രാജ്യത്ത് വ്യാപരിച്ചു നിൽക്കുകയായിരുന്നു. 1 യുദ്ധത്തിന്റെ അന്തരീക്ഷം, 2 രോഗത്തിന്റെ അന്തരീക്ഷം, 3 മരണത്തിന്റെ അന്തരീക്ഷം. ഇന്ന് രാത്രികാലം സ്വർഗം പറയുന്ന ഈ 3 അന്തരീക്ഷവും പ്രാർത്ഥന കൊണ്ട് മാറ്റിയ ഒരു മനുഷ്യനെ തിരുവനന്തപുരത്ത് ഓഡിറ്റോറിയത്തിൽ പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവ് എന്റെ കയ്യിൽ തന്നുവിട്ടു. ഈ രാത്രി ഹിസ്കിയാവിനെ ഞാൻ എൻ്റെ പ്രഭാഷണ വേദിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങളിൽ ഹിസ്കിയാവിനെ പല തെളിവിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇദ്ദേഹം അന്തരീക്ഷം മാറ്റുന്നവനാന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രാത്രി ഇവിടെ പറയുന്നു, നിനക്കൊരു കൃപ തരാൻ പോകുകയാ, നിനക്കൊരു വരം തരാൻ പോകുകയാ. നിന്നെ ദൈവം 2026 ചില സ്ഥലങ്ങളിൽ അയക്കും. ആ നാടിന്റെ ഭൂതാത്മാവിനെ, ആത്മഹത്യയുടെ ആത്മാവിനെ, മരണത്തിന്റെ ആത്മാവിനെ, ക്യാൻസറിന്റെ ആത്മാവിനെ, എല്ലാവർക്കും ഒരുപോലത്തെ രോഗം വരുന്ന ചില രോഗക്കെടുതിയുടെ ഗ്രാമങ്ങളെ, തീരപ്രദേശങ്ങളെ വ്യാപരിക്കട്ടെ. പ്രാപിക്ക്, സ്വത്രം ചെയ്യ. ഈ സഭ പ്രാപിക്കുന്ന സഭയാണ്, കേട്ടിരിക്കുന്ന സഭയല്ല. ഇവിടെ ചിലരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, നിങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിങ്ങൾ ചിലരുടെ മേൽ കിരീടം ഇറങ്ങി വന്ന തലയിൽ ഇരിക്കുന്ന പോലെ അന്തരീക്ഷം മാറ്റാനുള്ള ഒരു അധികാരം ഈ വേഴാഴ്ച രാത്രി ദൈവം തരികയാ. ദുരാത്മാവിന്റെ അന്തരീക്ഷം, ദുഷ്ടവ്യാപാരത്തിന്റെ അന്തരീക്ഷം, നിന്റെ ശരീരത്തിൽ തന്നെ അന്തരീക്ഷം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ മാറട്ടെ. ഒരുതരം ബലഹീനതയുടെ, ഒരുതരം ബന്ധനത്തിന്റെ, ഒരുതരം പോരാട്ടത്തിന്റെ അന്തരീക്ഷം ഉണ്ടല്ലോ, അത് ശരീരത്തിൽ നിന്ന് ബാഷ്പീകരിച്ചു പോകുന്നത് ഇന്ന് രാത്രി നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ. ബാഷ്പീകരിച്ചു പോകുന്നത് ഈ രാത്രി ഒന്ന് തിരിച്ചറിഞ്ഞേ. ഇന്ന് രാത്രികാലം വെള്ളം തിളച്ചു നീരാവിയായി പോകുന്നത് പോലെ ശരീരത്തിൽ കെട്ടിനിന്ന് നീരിന്റെയും നീർക്കത്തിന്റെയും ചതവിന്റെയും വേദനയുടെയും അന്തരീക്ഷത്തെ സ്വർഗസ്ഥനായ ദൈവം പ്രാർത്ഥിക്കുന്നവർക്കായി മാറ്റട്ടെ. Praise the Lord. Hallelujah. 3 പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം സൗഖ്യമാക്കി മരണം മാറ്റി എന്നുള്ളതല്ല. ഒരു നേതാവാണ് അദ്ദേഹം, രാഷ്ട്രത്തിന് തലവനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഈ വക കാര്യങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള കഴിവുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് നിങ്ങളൊരു തലക്കെട്ട് എഴുതി വെക്കുന്നെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കണം: അന്തരീക്ഷം മാറ്റുന്ന പ്രാർത്ഥന. അത് ഈ സഭയിൽ ചെറുക്ക് ദൈവം കൈമാറും. നിങ്ങളുടെ കർത്തൃദാസനും കർത്തൃദാസിക്കും ദൈവം കൈമാറും. അവരൊരു വീട്ടിൽ ചെന്ന് കാലുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം മാറും. അവർ പറയണം, ദാരിദ്ര്യമായിരുന്നു, എത്ര രൂപ കൊണ്ടെന്നാൽ ഇവിടെ കടലിൽ കൊണ്ട് കളയുമ്പോഴായിരുന്നു. പക്ഷെ പാസ്റ്റർ ഇന്ന് രാത്രിക്കാലം വിശ്വസിക്ക്, കർത്താവ് അന്തരീക്ഷം മാറ്റുന്ന ദൈവദാസന്മാരായ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തരുന്നതാണ്. 6 പ്രാവശ്യം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചെന്നല്ല, ഉള്ളങ്കാല് ചവിട്ടി ഒരു വീട്ടിൽ ചെന്ന് നിന്നാൽ ആ വീടിൻ്റെ അന്തരീക്ഷം മാറണം. അവിടുത്തെ ദാരിദ്ര്യം മാറണം. അവിടുത്തെ ചെറുക്കൻ്റെ കള്ളുകൂടി നിൽക്കണം. അവൻ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ പോകുന്ന സ്ഥിതി മാറണം. അങ്ങനെ ദൈവം മടക്കി വരുത്തണം. അങ്ങനെ വീടുകളുടെ അന്തരീക്ഷം മാറ്റാൻ ഹിസ്കിയാവിനെ ചൂണ്ടി ദൈവം പറയുന്നു, വെറും ഒരു പ്രാർത്ഥനക്കാരനായിട്ടല്ല, ഓരോ വർഷം കഴിയും തോറും നിന്റെ മിനിസ്ട്രി അപ്ഗ്രേഡ് ചെയ്യണം. 2025 എന്തായിരുന്നു എന്ന് എനിക്ക് പറയാൻ അറിയില്ല. 26 വിര ചൂണ്ടിക്കൊണ്ട് പറയാം, അവിടുത്തെ വരവ് താമസിച്ചാൽ അന്തരീക്ഷം മാറ്റുന്ന ഒരു വർഷമായിരിക്കും. അടുത്ത വർഷത്തിന് നിങ്ങൾ പേരിട്ടോ വ്യക്തിപരമായി. ഞാൻ എവിടെ ചെല്ലുന്നു, ഞാൻ എവിടെ കൂട്ടായ്മ നടത്തുന്നു, നിങ്ങളൊരു സെൽ ലീഡർ ആണോ, നിങ്ങൾ ലേഡീസ് മീറ്റിംഗിന്റെ ഓർഗനൈസർ ആണോ, നിങ്ങളുടെ വായിലെ വാക്ക്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പാട്ട് അന്തരീക്ഷം മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം. സിറ്റുവേഷൻ ചേഞ്ചേഴ്സ്, സ്തോത്രം. സാഹചര്യങ്ങളെ മാറ്റുന്നവർ അവരിതിനകത്തുനിന്ന് എഴുന്നേക്കണമെന്ന് രാത്രി സ്വർഗം അതേ ഉദ്ദേശിക്കുന്നുള്ളൂ.
ഷാജി പാസ്റ്റർ വന്ന ഒരു പ്രസംഗോടെ പ്രസംഗിച്ച് നിങ്ങൾ എഴുതി വെച്ചെന്നല്ല. ഇന്ന് രാത്രി സാഹചര്യം മാറ്റുന്നവർ വീടുകളുടെ, കുടുംബങ്ങളുടെ കടഭാരമുണ്ടാക്കി, രോഗമുണ്ടാക്കി വ്യാപരിച്ചു നിൽക്കുന്ന വ്യാപാര ശക്തിയുടെ അന്തരീക്ഷം മാറ്റുന്നവർ ഇതിനകത്ത് എഴുന്നേക്കണം. അവർക്ക് വേണ്ടി ഞാൻ ബാക്കിയുള്ള ഭാഗം ദൈവസന്നിധിയിൽ പ്രസംഗിക്കാം. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ സ്തോത്ര ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. ഈ ടൈപ്പ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സാധാരണ ധൃതി പിടിച്ചുള്ള കുടുംബ പ്രാർത്ഥനയേക്കാൾ വ്യക്തിപരമായി അന്തരീക്ഷം മാറ്റുന്ന പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകൂ. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, 37-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ചു. ഞാൻ പറഞ്ഞു 3-ാമത്തെ വാക്യത്തിനകത്ത് 3 കാര്യമാണുള്ളത്. ഒന്ന്, ആ രാജ്യത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. 3-ാം വാക്യത്തിൽ 3 കാര്യമുണ്ട്. ഒന്നാമത്തത് സാഹചര്യമാണ്. എന്താണ് സാഹചര്യം? അദ്ദേഹത്തിൻ്റെ വാക്കിനകത്ത് എന്താണ് സാഹചര്യം? കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമാണ്. അതാണ് അവരുടെ സാഹചര്യം. എന്താണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ സീസണിൻ്റെ പ്രശ്നം? രാജാവ്, ആ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായിരിക്കും രാജാവ് പറയും, അയ്യോ എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞങ്ങളുടെ രാജ്യത്ത് ഭയങ്കര കഷ്ടത്തിൻ്റെ സീസണാണിത്. ഇത് സ്തോത്രം നിന്ദയുടെ സീസണാണ്. ദിവസം എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ദിവസത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, ആ സാഹചര്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് ശാസനയുടെ സ്തോത്രം സാഹചര്യമാണ്. ഇതാണ് സാഹചര്യം. നിന്ന, ശാസന, കഷ്ടം, ഇതാണ് സാഹചര്യം. പക്ഷേ ഈ വാക്യത്തിനകത്തൊരു സാധ്യത കിടക്കുന്നു. എന്താ സാധ്യത? നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് നോക്കി. എന്താ സാധ്യത ഇതിനകത്ത്? അടുത്ത വാക്കാണ്. എന്താ അടുത്ത വാക്ക്? ഇത് കഷ്ടവും ശാസ്ത്രയും നിന്നയുള്ള ദിവസമാണ്. അടുത്ത വാചകം എന്താ? കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു സാധ്യതയാണോ അതോ കഷ്ടകാലമാണോ? എത്ര ദാരിദ്ര്യമുള്ള വീട്ടിലാണെങ്കിലും, ഇനി ഒരു കീറ്റുശീല പോലും ഇല്ലെങ്കിലും, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കയ്യിലേന്തിയിട്ട് എന്താ പറയുന്നത്? അയ്യോ ഇതിനെയും കൂടി വളർത്തണമല്ലോ എന്നാണോ പറയുന്നത്? കയ്യിൽ മേടിച്ചിട്ടല്ല, ഒരു സാധ്യതയാണ്. ജനനം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. സ്തോത്രം. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കി, ഇവിടെ പറയുന്ന വാക്ക് ഇനി മറ്റോടെ പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തത് ഒരു പ്രതിസന്ധിയാണ്. എന്താണ് ആ രാജ്യത്തിൻ്റെ പ്രതിസന്ധി? പ്രസവിക്കാൻ ശക്തിയില്ല. 3 കാര്യങ്ങൾ നമ്മൾ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. രാജാവ് പറയാണ്, ഒന്നാമത്തത് ഞങ്ങളുടെ സാഹചര്യം ഭയങ്കര കഷ്ടവും നിന്നയും പ്രയാസമാണ്. ഞങ്ങളുടെ സാധ്യത കുഞ്ഞുങ്ങൾ ജനിക്കാറായിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിസന്ധി പ്രസവിക്കാൻ ശക്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയുകയല്ല, പോരാട്ടമാണ്, ബന്ധനമാണ്, മറ്റൊരു നമുക്കത് ചെയ്തെന്ന് പറയുകയല്ല. പ്രാർത്ഥിക്കുന്നവൻ കാര്യം വളരെ കൃത്യമായി പറയും. പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ശരിയാണ്, അശൂർ രാജാവ് വന്ന് യുദ്ധത്തിന് പാളയമിറങ്ങിയിരിക്കുമ്പോൾ യുദ്ധകാലം കഷ്ടകാലമാണ്. ആണോ അല്ലയോ? സ്തോത്രല്ലേ. നമ്മുടെ രാജ്യം യുദ്ധം നേരിടുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പിശാച് നമ്മൾക്കെതിരെ നിൽക്കുന്നു, ഭയങ്കര പ്രതിസന്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആത്മീക പോരാട്ടം നടക്കുന്നതൊരു കഷ്ടമാണ്, നിന്നയാണ്. സ്തോത്രം. നമ്മൾ പറയില്ലേ, പ്രാർത്ഥിക്കാൻ പോയിട്ട് നമ്മുടെ വാക്കിനകത്ത് നിനക്ക് മനസ്സിലാകാം, നീ ഇത്രയും പ്രാർത്ഥിക്കാൻ പോയിട്ട് നിനക്ക് പിന്നെയും പരാജയമാണല്ലോ, പിന്നെയും നിന്റെ കൊച്ചു തോറ്റുപോയല്ലോ എന്ന് പറയുന്നത് സന്തോഷമാണോ നിന്നയാണോ? അപ്പോൾ യുദ്ധകാലം നിന്നാകാലമാണ്. യുദ്ധകാലം ഭയങ്കര ശാസനയുടെ കാലമാണ്. എന്താ കാര്യം? പ്രഷറിലാണ് എല്ലാവരും, ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ വഴക്കും ശാസന എല്ലാം ഉണ്ടാകാം. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ രാജാവ് പറയാണ്, യുദ്ധം നടക്കാൻ പോകുന്നു, എല്ലാവരും മരിക്കാൻ പോവാന്നല്ലേ പറയേണ്ടത്? യുദ്ധത്തിന് ജനിക്കുവാണോ മരിക്കുവാണോ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുന്നത്? നടക്കാതിരിക്കട്ടെ, പാകിസ്ഥാൻ ഇന്ത്യയും കൂടി യുദ്ധം നടന്നാൽ ഉടനെ ജനസംഖ്യ കൂടുവാണോ കുറയുവാണോ? കുറയുക സാധാരണ എല്ലായിടത്തും. പക്ഷേ ഈ മനുഷ്യൻ പറയുകയാണ്, യുദ്ധം താഴ്വരയിൽ കിടക്കുമ്പോൾ മരിക്കാൻ പോവാന്നല്ല എഴുതിയത്, ജനസംഖ്യ കുറയാൻ പോവുക എന്നല്ല എഴുതിയത്.
ആളുകളെല്ലാം ചാവാൻ പോവാന്നല്ല എഴുതിയത്, കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോവാ. സ്തോത്ര ഹല്ലേലൂയ. അതൊരു സാധ്യതയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ഈ വാക്യത്തിലൂടെ പോരുന്ന വഴിക്ക് പറഞ്ഞയച്ചു. ഭയങ്കര പോരാട്ടവും യുദ്ധവും ഒക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ പോരാട്ടത്തിൻ്റെ ഇടയിൽ നീ വിചാരിക്കാത്ത ചില ജനനങ്ങൾ നടക്കും. സാധ്യതകൾ ഉണ്ടാകും. സ്തോത്ര ഹല്ലേലൂയ. സാധ്യതകളുണ്ടാകും. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പറ. ഭയങ്കര 2025 ഒരു വർഷാവസാനം ആയതുകൊണ്ടാണ് ഞാൻ ഈ വർഷത്തിൻ്റെ കൂട്ടി പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ വർഷം ഭയങ്കര പ്രതീക്ഷയോടെ വാഗ്ദത്ത വാക്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി, ബൈബിളിൻ്റെ ഇടയിൽ വെച്ചു, നമ്മൾ കലണ്ടറിലൊക്കെ അത് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചു. പക്ഷേ അനുഭവങ്ങൾ യുദ്ധത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു, നിന്നയുടെ ഒക്കെ ആയിരിക്കും. പക്ഷെ കർത്താവിനോട് പറയുന്നു, ആ പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ ജീവിതം യുദ്ധം നേരിട്ടതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ ജനിക്കാറാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭവതിയാകുക അല്ലേ? സ്തോത്രം. മെച്ചൂരാകുക, ഒരു പ്രസവത്തിൻ്റെ സമയം എടുക്കുക. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ട്. ചില വിടുതലുകൾ ഈ പ്രതികൂലത്തിൻ്റെ ഇടയിൽ, ഈ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ, ഈ കഷ്ടകാലത്തിൻ്റെ ഇടയിൽ, ഈ പ്രതികൂലത്തിൻ്റെ ഇടയിൽ ചില വിഷയങ്ങൾ 2025 നീ സഹിച്ച വേദനയുടെ നടുവിൽ, നീ സഹിച്ച ദാരിദ്ര്യത്തിന്റെ ഇടയിൽ, നീ സഹിച്ച കണ്ണുനീരിന്റെ നടുവിൽ നീ പോലും അറിയാതെ നിന്നിൽ ചിലത് ഉരുവായിട്ടുണ്ട്, നിന്നിൽ ചിലത് ശ്രോത്ര കരിപ്പിടിച്ചിട്ടുണ്ട്. നീ അത് അറിഞ്ഞോ? ഇന്ന് രാത്രി കാഴ്ചപ്പാടുള്ള ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പറ. പല കാര്യങ്ങളും പ്രശ്നമായിരുന്നു, പല കാര്യങ്ങളും ഞെരുക്കമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി സ്വർഗം കാണുന്നു. യുദ്ധം നടക്കാൻ പോകുകയാണ്. മരണം എന്നല്ല പറഞ്ഞത്, ജനനം. വീട്ടിൽ പ്രശ്നമായിരുന്നു, കുടുംബജീവിതത്തിനകത്ത് കയ്പായിരുന്നു. അടുത്ത കൊല്ലം അങ്ങനെ ആകുമെന്ന് ഓർത്തിരിക്കരുത്. ആ കയ്പിന്റെ ഇടയിലും നിന്റെ പ്രാർത്ഥന ചിലതിനെ ഉള്ളിൽ ഉരുവാക്കിയിട്ടുണ്ട്. പ്രയാസങ്ങൾ നേരിട്ട ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ സ്തോത്രം, ദൈവം ചിലത് ജനിപ്പിക്കാൻ പോകുകയാ. നിന്റെ ജീവിതത്തിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. കർത്താവിന് ചെയ്യാൻ പോവാ. അടുത്ത വർഷം യുദ്ധത്തിന്റെ വർഷമല്ല, അടുത്ത വർഷം മരണത്തിന്റെ വർഷമല്ല, അടുത്ത വർഷം ജനനത്തിന്റെ വർഷമാകും. ആത്മാക്കൾ ഈ സഭയിൽ ജനിക്കും, വീണ്ടും ജനനം നടക്കും. നിങ്ങൾ വിശ്വസിക്ക്. സഭയോടുള്ള ദൂത് പറയുക, സഭയിൽ വീണ്ടും ജനനം നടക്കും. ഏത് സഭ എപ്പോൾ വളർന്നിട്ടുണ്ടോ അതെല്ലാം നല്ല സാഹചര്യത്തിലല്ല. വലിയ പോരാട്ടങ്ങൾ നടന്നു. ശത്രുക്കളെല്ലാം നിന്റെ പാളയത്തിന് മുമ്പിൽ വന്ന് പന്തല് കെട്ടി പോരാടി നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. നിനക്കെതിരെ കള്ളക്കഥകൾ കത്തെഴുതി, നിനക്കെതിരെ സ്വന്തം ജനത്തിന്റെ ഇടയിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. നിനക്ക് കഴിവില്ലാത്തവൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് യുദ്ധത്തിന്റെ പിന്നാമ്പുറം അശൂർ രാജാവിന്റെ മന്ത്രിയായിരിക്കുന്ന റാബ്ഷേക്കെ വന്ന് പറഞ്ഞതും പ്രചരിപ്പിച്ചതും നിങ്ങൾക്കറിയുമോ എന്താണെന്ന്? ഹിസ്കിയാവിൽ ആശ്രയിക്കരുത്. അവന് കഴിവില്ല, അവന് കൃപയില്ല, അവൻ നിങ്ങളെ ചതിക്കുകയാണ്, അവൻ നിങ്ങളുടെ പണം പിടിച്ചു പറിക്കാനാണ് എന്നെല്ലാം നിനക്കെതിരെ പറഞ്ഞ കാലഘട്ടത്തിനപ്പുറം, നീ കേട്ട നിന്നയ്ക്കപ്പുറം സ്വർഗം ചില ആത്മാക്കളെ കണ്ടുവച്ചിട്ടുണ്ട്. ജനിക്കാൻ പോകുകയാ. എനിക്കറിയില്ല കഴിഞ്ഞ കൊല്ലം സഭയുടെ സാഹചര്യം എങ്ങനായിരുന്നു, പാസ്റ്ററുടെ സിറ്റുവേഷൻ എങ്ങനായിരുന്നു, ഈ സഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന ശുശ്രൂഷകരുടെ പ്രതിസന്ധി എന്തായിരുന്നു, സഭ കേട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും എന്തായിരുന്നു, ശുശ്രൂഷകന്മാർ കേട്ട നിന്ന എന്തായിരുന്നു, അവർക്കെതിരെ പിശാച് പൊക്കിക്കൊണ്ടുവന്ന അലിഗേഷൻ എന്തായിരുന്നു, എനിക്കറിയില്ല. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ഒരു ഭാഗമുണ്ട്, സാത്താന്റെ ഒരു ഭാഗമുണ്ട്. ഹിസ്കിയാവിനെ സംബന്ധിച്ച സീസൺ ജനങ്ങൾക്കിടയിൽ കള്ളപ്രചരണം നടത്തുകയായിരുന്നു. യഹോവ നിന്നെ വിടുവിക്കില്ല. ഹല്ലേലൂയ. നിന്റെ രാജാവിൽ ആശ്രയിക്കരുത്.
പറയരുത്. അവന് കഴിവില്ല, അവന് കൃപയില്ല, ഹല്ലേലൂയ എന്നെല്ലാം പറഞ്ഞ് 5 വിധ കാര്യങ്ങളാണ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത്. ആ വേദനയുടെയും നിന്ദയുടെയും ശാസനയുടെയും നടുവിൽ എൻ്റെ ദൈവം ചില ജനനങ്ങൾ കണ്ടുവച്ചു. മരണമല്ല, ആത്മഹത്യയല്ല, കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു. സ്തോത്രം. ഏറ്റവും എല്ലാ സഭകളുടെയും എല്ലാ വിശ്വാസികളുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരേറ്റവും യുദ്ധത്തിലൂടെ പോയ സമയത്താണ് അവരിൽ പല കൃപകളും ജനിച്ചത്, വരങ്ങൾ ജനിച്ചത്, ആത്മാക്കൾ ഉണ്ടായത്, അവർക്ക് ദൈവപ്രവർത്തിക്കുള്ള മുഖാന്തരങ്ങൾ ഉണ്ടായത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇനി അവരുടെ പ്രതിസന്ധിയാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ മുമ്പ് ഈ വിഷയം തിരിച്ചറിഞ്ഞു. സ്തോത്രം, വിഷയം തിരിച്ചറിഞ്ഞു. നമുക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പരിഹാരം എന്നുള്ള തിരിച്ചറിവില്ല. കൃപാവരത്തിനകത്ത് അങ്ങനെയുള്ള ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ ഞാൻ സാധാരണ പറയുന്നതിനേക്കാൾ ഇച്ചിരൂടെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം. പ്രവാചക അഭിഷേകത്തിനകത്ത് വെറൊരു ദൂത് പറയുന്നതല്ല, വെറൊരു പ്രശ്നം പറയുന്നതല്ല, പരിഹാരത്തിൻ്റെ അഭിഷേകമാണ് പ്രവാചക അഭിഷേകം. സ്തോത്രം, സൊല്യൂഷൻ. എലീശ പ്രവാചകനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ദൂത് പറയാനുള്ള ഒരു അഭിഷേകം അല്ല. അദ്ദേഹത്തെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ദിവസം സ്തോത്രം ആളുകൾ പായസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അതിനകത്തേക്ക് എന്താണ്ടും പറിച്ചുകൊണ്ട് കൊണ്ടിട്ടു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവാചകന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, കലത്തിൽ മരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് ഇട്ടത് എന്താണ്, ഇട്ടത് ആരാണെന്നൊന്നും അല്ല പറയുന്നത്. കലത്തിനകത്ത് മരണം വ്യാപരിച്ചപ്പോൾ അദ്ദേഹത്തിൽ വ്യാപരിച്ച അഭിഷേകം ആ മരണത്തെ നീക്കാനുള്ള സൊല്യൂഷനാണ്. ആണോ? സ്തോത്രം. പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്ന് പറഞ്ഞു, എൻ്റെ 2 പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക. സ്തോത്രം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട്, വന്നവൻ എവിടെ നിന്നാ വന്നത്, എന്തുകൊണ്ടാണ് വന്നത്, ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു പരിഹാരമാണ് പറഞ്ഞത്. നിന്റെ വീട്ടിലിരിക്കുന്ന എണ്ണയെടുത്ത് കാലിപ്പാത്രങ്ങൾ വായ്പ വാങ്ങിയിട്ട് അതിനകത്തേക്ക് പകർന്നോ, നിന്റെ പ്രശ്നം തീരും. പ്രവാചക അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്നത് പരിഹാരത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. മരം വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരുത്തൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോടാലി ഊരി തെറിച്ച് വെള്ളത്തിൽ പോയി. അയാൾ നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് പറയും, യജമാനനെ വായ്പ മേടിച്ചതായിരുന്നു, എന്ത് ചെയ്യും എന്ന് ചോദിച്ച മാത്രയിൽ യോർദാന്റെ ആഴം എത്രയാണ്, അതെവിടെയാണ് പോയത്. സ്തോത്രം. ഇനി ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് വ്യാപരിച്ച അഭിഷേകത്തിന്റെ പ്രത്യേകത ദൂത് പറയുകയല്ല, പരിഹാരം ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രികാലം സ്വർഗം പറയുന്നു, സ്തോത്രം, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇത് നിന്നയും കഷ്ടവും പ്രയാസവും ഉള്ള ദിവസമാണ് എന്ന് പറഞ്ഞ് ആയുസ് തീർക്കുകയല്ല, പരിഹാരമുണ്ടാക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കും. സ്തോത്രം. പ്രശ്നങ്ങൾ തീർക്കാൻ അതിലേക്ക് നമ്മൾ വരികയാണ്. അതിനേക്കാൾ മുമ്പ് സ്തോത്ര, ഹല്ലേലൂയ, ഈ മനുഷ്യൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാം. ഒരു വിഷയമുണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വിഷയത്തോട് പ്രതികരിക്കണം. എന്താണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. വേദപുസ്തകത്തിനകത്തെല്ലാം രക്ഷപ്പെട്ടവര്, മാറ്റം വന്നവര്, ഉയർന്നവരെല്ലാം ഒരു കാര്യം കേട്ടിട്ട് പോയതല്ല, കേട്ടതിനോട് പ്രതികരിച്ചവരാണ്. പ്രതികരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്. സ്തോത്രം. ഹിസ്കിയാവ് എന്ത് ചെയ്യുന്നു? 37-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 37-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജധാനി വിചാരകൻ
എല്യാക്കീമിനെയും രായസക്കാരൻ ഷെബ്നയെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. മതി, 2 വാക്യത്തിനകത്ത് 2 പ്രതികരണം കാണാം. ഒരു വിഷയം നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ, ഒന്ന് അദ്ദേഹം ചെയ്ത പ്രതികരണം, വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഒരു പ്രതികരണമാണ്, യഹൂദന്മാരുടെ രീതിയാണ്. അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി, സ്തോത്രം, നമ്മൾ കുറച്ചുകൂടെ അത് മൂടിക്കെട്ടും. നമ്മൾ പലരെ കുറിച്ച് പറയാറില്ലേ, അയ്യോ ഇത്രയും വിഷമത്തിനും വേദനയിലായിരുന്നോ, കണ്ടാൽ പറയില്ലായിരുന്നു കേട്ടോ എന്ന് പറയില്ലേ? സ്തോത്രം. കണ്ടാൽ കല്യാണത്തിന് പോകാന്നേ തോന്നുള്ളൂ, പക്ഷേ പ്രശ്നം അത്ര വലുതായിരിക്കും. പക്ഷെ യഹൂദൻ അങ്ങനല്ല. യഹൂദൻ ഒരിക്കലും അങ്ങനെ പ്രശ്നങ്ങളെ വേഷം കെട്ടി മറക്കുകയല്ല. അവരൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവര് രട്ടുടുക്കും. എത്രയോ പേര് അത് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ വരുന്നത്, അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ നാട്ടിലെ അന്നത്തെ രീതി അവർ രട്ടുടുക്കും. രട്ടുടുത്തൊരു മനുഷ്യനെ കാണുമ്പോൾ ഓർത്തോളണം, അവൻ ദുഃഖത്തിലാണ്, അവൻ കഷ്ടത്തിലാണ്. അതിനെ മറക്കത്തില്ല, അവർ അതിനെ ഒതുക്കത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ദുഃഖം ഒതുക്കിക്കൊണ്ട് നടക്കരുത്, പൊട്ടിത്തെറിക്കും. സ്തോത്രം. അത് ദൈവസന്നിധിയിൽ പകരണം. അതിന് പറ്റിയ സ്ഥലം എവിടാന്ന് കണ്ടെത്തണം. വേദന നമ്മൾ ഒരിക്കലും കൊണ്ടു നടക്കരുത്, മറച്ചു കൊണ്ടു നടക്കരുത്. കാലം പഴുകും തോറും അതിൻ്റെ വിടുതലും താമസിക്കും. ഇവര് പെട്ടെന്ന് ഇയാൾ വസ്ത്രം കീറി രട്ടുടുത്തു, ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി. അങ്ങനെയൊക്കെ വേണമെന്ന് ചോദിക്കും. പക്ഷേ ഒരു പ്രതികരണം ഉണ്ടെങ്കിലേ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. മൊർദെഖായിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ, രാജ്യം നേരിടാൻ പോകുന്ന വലിയൊരു അനർത്ഥത്തെക്കുറിച്ച് അറിഞ്ഞു. ഭയങ്കരമായിരിക്കുന്ന പ്രശ്നം, ഒരു ആഭ്യന്തര പ്രശ്നമാണ്. പുറത്തുനിന്നൊരു രാജാവ് വന്നിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. അവരെ ആശ്രയിച്ച് ചെന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ, പേർഷ്യൻ രാജ്യത്തിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചിരിക്കുക. അതിനകത്ത് കുടിയേറ്റക്കാരായി ചെന്നിരിക്കുന്ന, അടിമകളായി ചെന്നിരിക്കുന്ന യഹൂദന്മാരെ കൊന്നുകളയാൻ. ഇതറിഞ്ഞ മൊർദെഖായി പ്രതികരിച്ചത് 4:1 കാണുന്ന, അദ്ദേഹം വസ്ത്രം കീറി രട്ടുടുത്തു. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത്, വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന്. മതി. ഹിസ്കിയാവ് വസ്ത്രം കീറി രട്ടെടുത്തോണ്ട് എങ്ങോട്ടാ പോയെ? അല്ലല്ല, അത് മൊർദെഖായി. ഹിസ്കിയാവ് എങ്ങോട്ടാ പോയെ? ദൈവാലയത്തിലേക്ക് പോയി. മൊർദെഖായി എങ്ങോട്ടാ പോയെ? സ്തോത്രം. പ്രതികരണം കേട്ടോളം, വസ്ത്രം കീറി രട്ടെടുത്തു. പക്ഷെ എങ്ങോട്ടാണ് രട്ടെടുത്തോണ്ട് പോകുന്നത്? എങ്ങോട്ടാണ് വസ്ത്രം കീറിക്കൊണ്ട് പോകുന്നത്? അത് ശ്രദ്ധേയമാണ്. മൊർദെഖായി രട്ടെടുത്തുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ പോയി. പട്ടണത്തിന്റെ നടുവിൽ പ്രശ്നപരിഹാരമില്ല. എന്നാൽ ഹിസ്കിയാവ് രട്ടെടുത്തുകൊണ്ട് ആലയത്തിലേക്ക് പോയി. ഇന്ന് രാത്രി ദുഃഖമുണ്ടെങ്കിൽ അത് തീരുന്ന സ്ഥലം ദൈവസന്നിധിയാണ്. വേറൊരാളുടെ വീടല്ല, വക്കീൽ ഓഫീസല്ല, മനഃശാസ്ത്രജ്ഞന്റെ വീട്ടിലല്ല. അവിടെയൊന്നും തീരെയല്ല. ആരാധനയുള്ള, ദൈവമുള്ള, പ്രാർത്ഥനയുള്ള, വചനമുള്ള, അഭിഷേകമുള്ള, ദൈവകൃപയുള്ള അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം ഈ കാര്യത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി നിങ്ങൾ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നമ്മൾ ഒത്തിരി സാധ്യതയുള്ളവരാണ്. പലർക്കും അറിയില്ല. അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ പലരും ആത്മഹത്യ ചെയ്തു പോയത്. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ചിലർ അറ്റംപ്റ്റ് ചെയ്തെങ്കിലും നമ്മൾ ഇന്നിവിടെ ഇരിക്കാൻ കാരണം മരിക്കുന്നതിനേക്കാൾ മുമ്പ് സാധ്യതകൾ കണ്ടെത്തി. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു വഴിയില്ലാതെ വന്ന് മരിച്ച ആളുകൾ, അപ്പം അവര് യേശുക്രിസ്തുവിലൂടെ വിടുതലുണ്ടെന്നും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്നും അവരറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവരിൽ പലരും ഇന്നും തിരുവനന്തപുരത്ത് കണ്ടേനെ.
സാധ്യതകൾ കണ്ടെത്തുന്നതിനേക്കാൾ മുമ്പ് പലരും സാത്താൻ കൊണ്ടുപോയി. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഞാനും നിങ്ങളും സാധ്യത കണ്ടെത്തിയവരാണ്. എന്താ സാധ്യത? ദൈവം ഒരു സാധ്യതയാണ്, യേശുക്രിസ്തു ഒരു സാധ്യതയാണ്, പരിശുദ്ധാത്മാവ് ഒരു സാധ്യതയാണ്, സഭ ഒരു സാധ്യതയാണ്, അഭിഷിക്തന്മാരൊരു സാധ്യതയാണ്, പ്രാർത്ഥന യോഗം ഒരു സാധ്യതയാണ്, ആരാധന ഒരു സാധ്യതയാണ്. അതിനകത്ത് ചെന്നാൽ നശിക്കത്തില്ല. സ്തോത്രം. പട്ടണത്തിലേക്കല്ല ചെല്ലേണ്ടത്, ബന്ധുക്കളുടെ അടുക്കലേക്കല്ല ചെല്ലേണ്ടത്, സ്തോത്രഹല്ലേലൂയ, അധികാരത്തിലിരിക്കുന്ന എസ്തേറിന്റെ അടുക്കലേക്ക് അല്ല ചെല്ലേണ്ടത്. എങ്ങോട്ട് ചെല്ലണം? ദൈവസന്നിധിയാണ് സാധ്യത. ഇന്ന് രാത്രി അതിനെ മുറുകെ പിടിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? സാധ്യതയിലേക്ക് ചെല്ലുക, സാധ്യതയിലേക്ക് ചെല്ലുക. സ്തോത്രം. മനഃപൂർവ്വമായിട്ട് ഇത് രാത്രി ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാര്യം ബോധിപ്പിച്ചു വിടുകയാണ്. വീട്ടിൽ പോയിട്ടാ തീരുമാനിക്കേണ്ടത് സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന്. അപ്പം അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഒന്ന്, രട്ടുടുത്ത് സ്തോത്രം നേരെ ആലയത്തിലേക്ക് പോയി. അവിടെ കൊണ്ടും തീർന്നില്ല. സ്തോത്രം. മൂന്നാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു. സോറി, അതിന്റെ മോളിൽ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ രാജധാനി വിചാരകൻ 2-3 പേരെ രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. പ്രവാചകൻ ഒരു സാധ്യതയാണ്. രാജാവ് എത്ര വലിയവനാണെങ്കിലും അധികാരിയാണെങ്കിലും ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആളാണ് ആരാണോ അവരുടെ അടുക്കലേക്ക് അയച്ചു. ദൂത് മാറി വരികയാണ്. ഇപ്പൊ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിന്റെ മുമ്പിൽ സാധ്യതകളുണ്ട്. സ്തോത്രം. ആ സാധ്യതകൾ ഉപയോഗിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ അടുക്കലേക്ക് 2-3 ആളുകളെ അയച്ചു. അവന്റെ അടുക്കൽ ചെന്നു. സ്തോത്രം. 4-ാമത്തെ വാക്യം, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രാബ്ശേക്കെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചിരിക്കുന്നു. പറയിപ്പിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവയുടെ പക്ഷെ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനി ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഒരു പ്രതികരണമാണ്. യെശയ്യാവിനോട് പറഞ്ഞു, ഈ രാജ്യത്ത് ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പക്ഷപാതം കഴിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഏത് രാജാവാണെങ്കിലും. അതിനാണ് ദൈവം പ്രാർത്ഥിക്കുന്നവരെ നിർത്തിയിരിക്കുന്നത്, സഭയെ നിർത്തിയിരിക്കുന്നത്, ആലയത്തെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, ഈ ആലയം, ഈ സഭ അനേകർക്ക് സാധ്യതയാകട്ടെ, അധികാരികൾക്ക് സാധ്യതയാകട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതിയിൽ കാണുക. സ്തോത്രം. ഉന്നതന്മാർക്ക്, ഭരണകർത്താക്കൾക്കൊരു സാധ്യതയാകട്ടെ. ഉന്നത അധികാരത്തിലിരിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഒരു സാധ്യതയാകട്ടെ. നീ ഒരു പ്രവാചകനോ പ്രവാചകയാണെങ്കിൽ നിന്റെ കാര്യം നടക്കാൻ വേണ്ടി ഇത്രയും നാൾ നടന്നെങ്കിൽ കാര്യങ്ങൾ മാറി വരികയാ. നീ ഒരു സാധ്യതയായി മാറുകയാ, സാധ്യതയായി മാറുകയാ. ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് പോകാം. സ്തോത്രം. ഒരല്പസമയം കൂടി ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. 3-ാമത്തെ വാക്യത്തിന്റെ 3-ാം ഭാഗം, രാജാവ് കണ്ടത് ഇങ്ങനാണ്. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പക്ഷേ പ്രസവിപ്പാനോ ശക്തിയില്ല. പ്രസവിക്കാനോ ശക്തിയില്ല. ഞാൻ കുറച്ചുകൂടെ ഈ കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. സ്തോത്ര. ഹല്ലേലൂയ. ഗർഭം ധരിക്കാൻ ശക്തി വേണ്ടായിരുന്നു. ശക്തി അവിടെ കുറിച്ച് എഴുതിയിട്ട്, പക്ഷെ പ്രസവിക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. സ്തോത്രം. ഒരു വാഗ്ദത്തത്തെ പ്രാപിക്കാൻ ശക്തി വേണ്ട. യോഗത്തിന് വന്നിരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ വഴിയെ പോകുന്നൊരു ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ കയറി ഒരു വാഗ്ദത്തം ഉള്ളിലാക്കും. പക്ഷെ അതിനെ ഡെലിവറി ചെയ്യണമെങ്കിൽ, അത് പുറത്തു വരണമെങ്കിൽ ശക്തി വേണം. സ്തോത്രം. ശക്തി വേണം. അതുകൊണ്ടാണ് ഒരു പ്രഗ്നന്റ് ലേഡിയെ ആസ്പത്രിക്കാർ കൂടെ 10 മാസങ്ങൾക്കിടയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. BP കൂടുന്നുണ്ടോ, ഷുഗർ കൺട്രോളാണോ,
ബ്ലഡ് ലെവൽ ഓക്കെയാണോ? എന്തിനാ നോക്കുന്നത്? സ്തോത്രം. പ്രസവ ദിവസത്തേക്ക് അടുക്കുമ്പോൾ അപകടത്തിലേക്ക് പോകരുത്. സ്തോത്രം. ശക്തിയോടായിരിക്കണം, ആരോഗ്യത്തോടായിരിക്കണം. അത് നാച്ചുറലി ഉള്ളതാണെങ്കിൽ ആത്മീകത്തിനും പറയാം. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതനെ അങ്ങനെ പരിഗണിക്കുക. അടുത്ത വർഷം കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവിൽ ഗർഭം ധരിച്ചതെല്ലാം ഡെലിവറി ആകുന്നൊരു വർഷമായി മാറണം. അതിനെന്താ വേണ്ടത്? സ്തോത്രം. അതിനെന്താ വേണ്ടത്? ഹിസ്കിയാവ് കണ്ടെത്തി. യുദ്ധമൊക്കെ ശരിയാണ്. പാളയത്തിൽ അശൂർ രാജാവ് വന്നിട്ടുണ്ട്. മതിലുകളിലെല്ലാം അവൻ ഭയങ്കര സംഭവങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്നത് യുദ്ധമല്ല, മരണമല്ല. ഇതിനിടയിൽ വലിയ ജനനം നടക്കാൻ പോവുക. ഇതിനിടയിൽ വലിയ വിടുതൽ നടക്കാൻ പോകുക. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേക തരത്തിലെ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. അതിനെന്താ വേണ്ടത്? അതിന് പോയി കിടന്ന് ഉറങ്ങിക്കോളാനല്ല. സ്തോത്രം. പ്രവാചകൻ രാജാവിനോട് പറയുകയല്ല. രാജാവ് പ്രവാചകനോട് പറയുകയാണ്, യജമാനനെ, കർത്തൃദാസനെ, ഞങ്ങൾക്കറിയാം ഒറ്റ കാര്യമുള്ളൂ, ഇവിടം കൊണ്ട് തീരില്ല, ഇവിടം തുടങ്ങാൻ പോവാ. ജനനം ഒരു തുടക്കമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇവിടം കൊണ്ട് തുടങ്ങാൻ പോകുകയാ. റാബ്ഷേക്കെ വന്നത് ഇവിടം കൊണ്ട് തീർക്കാനാണ്. അശൂർ രാജാവ് വന്നത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനാണ്. എന്നാൽ സ്വർഗം പറയുന്നു ഇവിടം കൊണ്ട് തുടങ്ങാനാ ദൈവം പ്ലാൻ ചെയ്യുന്നതെന്ന്. എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ചില വിഷയങ്ങൾ നീ വിചാരിച്ചു ഞങ്ങളുടെ ഭവനം നേരിട്ട ഇത്ര വലിയ, ഞാൻ ഇന്നത്തെ പ്രസംഗ ഭാഷയിൽ അങ്ങനെ പറയുന്നത്, ഇത്ര വലിയ യുദ്ധം, സമ്മർദ്ദം, മനസ്സ് തളർന്ന വിഷയം, ആടി ഉലഞ്ഞു പോയ വിഷയം, ഇതുകൊണ്ട് ഞങ്ങൾ കുടുംബം മുഴുവൻ തീരുമെന്നാണ് വിചാരിച്ചത്. ഇതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തീരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നുണ്ടോ? എന്തിനാ ജീവിക്കുന്നത്? എല്ലാവർക്കും കൂടി മരിക്കാമെന്നാണ് തീരുമാനിച്ചത്. അശൂർ രാജാവ് വന്നത് യുദ്ധം കൊണ്ടാ. യുദ്ധം തീർക്കാനുള്ളതാ, കൊല്ലാനുള്ളതാ. പക്ഷെ സ്വർഗത്തിലെ ആത്മാവ് പറയുന്നു, അന്ന് നിന്റെ കുടുംബത്തിൽ ആ കഷ്ടം നേരിട്ടത് കൊണ്ട് നിന്റെ വീട്ടിൽ പുതിയൊരു തുടക്കം കുറിച്ചു. ജനനം ഒരു തുടക്കമാണ്, മരണം ഒരു ഒടുക്കമാണ്. രാത്രി സ്വർഗം പറയുന്നു, വലിയ യുദ്ധം നേരിട്ടത് കൊണ്ട്, വലിയ വെല്ലുവിളി നേരിട്ടത് കൊണ്ട്, വലിയ ചലഞ്ച് നീ ഏറ്റെടുത്തത് കൊണ്ട്, വലിയ പ്രതികൂലം നേരിട്ടത് കൊണ്ട്, രക്തം ജയം ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു ജനനം സ്വർഗം ഉരുവാക്കിയിട്ടുണ്ട്. നിന്റെ അകത്ത് എന്തൊക്കെയോ ദൈവം പുതുതായിട്ട്, ഗർഭിണിക്കകത്ത് ഉരുവായതുപോലെ ഈ കഷ്ടങ്ങളുടെ നടുവിൽ നീ സഭയെ കണ്ടു, നീ ദൈവദാസന്മാരെ കണ്ടു, നീ കർത്താവിനെ കണ്ടു, നീ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു, നീ ആരാധനയെ അറിഞ്ഞു, അഭിഷേകത്തെ അറിഞ്ഞു, പുതിയ തുടക്കത്തെ അറിഞ്ഞു. എത്ര പേർ ഇന്ന് രാത്രി ഇത് ശരിയാണെന്ന് പറയുന്നുണ്ട്? അന്ധകാര ശക്തികൾ വലിയ വലിയ യുദ്ധകാഹളം മുഴക്കി വന്നപ്പോഴാണ് ഞങ്ങൾ പുതിയ തുടക്കത്തിന് നാന്ദി കുറിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരട്ടെ. രാത്രി സ്വർഗം പറയുന്നു, വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുകയാ, വലിയ ജനനങ്ങൾ നടക്കാൻ പോകുകയാ, വലിയ തുടക്കങ്ങൾ കുറിക്കാൻ പോകുകയാ, അത്ഭുതം നടക്കാൻ പോകുകയാ. ഇസ്രായേലിനെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോകുകയാ. അശൂറിനെ സംബന്ധിച്ച് ഇത് തിരിച്ചടിയാകും. അവന് മരണം, ഞങ്ങൾക്ക് ജനനം. എത്ര പേർ സ്തോത്രം ചെയ്ത് സ്വീകരിക്കും? നിനക്കെതിരെ ആഭിചാരം ചെയ്ത് ഞാൻ മരിക്കുക എന്നുള്ള വാക്ക്, അവസാനിക്കുക എന്നുള്ള വാക്കിൽ എടുക്കുന്നത് ആത്മീക ചിന്തയിൽ ഇന്ന് രാത്രി നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അവന്റെ പാളയത്തിൽ മരണം. സ്തോത്ര യുദ്ധം നേരിടേണ്ടിയിരുന്ന നീ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് നിന്റെ പാളയത്തിൽ ജനനം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും. യെശയ്യാവിനോട്
രാജാവ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പറയിപ്പിച്ചത്. ഞങ്ങളെല്ലാരും കൂടി മരിക്കാൻ പോവാന്നല്ല, മൊർദെഖായി ചെന്ന് പറഞ്ഞതുപോലല്ല. രാജാവ് പ്രാർത്ഥിക്കുന്നവൻ കാഴ്ചപ്പാടുള്ളവനാണ്. അവന് കാര്യങ്ങളെക്കുറിച്ചുള്ള ആത്മീക കാഴ്ചപ്പാട് ലഭിക്കും. അവൻ ആ കാഴ്ചപ്പാടിൽ പറയുകയാണ്, സ്തോത്രം, പ്രസവിക്കാൻ ശക്തിയില്ല. ഇവിടെ യുദ്ധം പ്രശ്നമല്ല, ശത്രു പ്രശ്നമല്ല, ആയുധങ്ങൾ പ്രശ്നമല്ല, സാഹചര്യം പ്രശ്നമല്ല. ഒറ്റ കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം, ശക്തിയില്ല. ഇന്ന് രാത്രികാലം ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ യുദ്ധം മറ്റൊരു ലെവലായി മാറും. ഡിസംബർ മാസം വരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ശക്തി, ദൈവം ആ ശക്തിയെ, നിങ്ങൾക്കറിയാം, അശൂർ പാളയത്തിലേക്ക് ദൂതനെ അയച്ചു. 1,85,000 അശൂർ പട്ടാളക്കാരാണ് പട്ടുപോയത്, തീർന്നുപോയത്. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, വേറൊരു ഇന്ന് വരെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വിടുതൽ. സ്തോത്രം. അതിനാണ് പുതിയൊരു തുടക്കമെന്ന് ഹിസ്കിയാവിന് വെളിപ്പെട്ടത്. അല്ലാതെ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരും പ്രസവിച്ചു എന്നുള്ളതല്ല, ജനസംഖ്യ കൂടി എന്നുള്ളതല്ല. ആത്മീകമായിട്ടൊരർത്ഥം അതിനുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇസ്രായേൽ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത വണ്ണം ദൈവം ഒരു കാര്യം ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്ന ഒരു പുതിയ കാര്യം വെളിപ്പെടാൻ പോവുകയാണ്. അത് ദൂതൻ ഇറങ്ങി വന്ന് രാത്രി പാളയത്തിനകത്ത് 1,85,000 അശൂർ പട്ടാളക്കാരെ ഇല്ലാതാക്കി. സ്തോത്രം. അതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പദ്ധതി ഇടുക. അതിന് ദൈവജനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ശക്തിയാണ്. ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ യുദ്ധം മറ്റൊരു രീതിയിലാകും. ഇനി ശക്തി വ്യാപരിച്ച മേഖലകളെല്ലാം നോക്കിക്കും. കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും, നമ്മളിപ്പോൾ വായിച്ച ഫോർമുല അനുസരിച്ച്, സ്തോത്രം, ആ ദിവസം നിന്നയും കഷ്ടവും ശാസനയുള്ള ദിവസമാണ്. പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിലിട്ട ദിവസം അവരെ സംബന്ധിച്ച് ഭയങ്കരമായ നിന്ന ചന്തസ്ഥലത്തൂടെ വലിച്ചഴച്ച ദിവസമാണ്. പക്ഷെ അവർ നിരാശരായെങ്കിൽ, അവരുടെ ഉള്ളിൽ മരണമാണ് വ്യാപരിച്ചതെങ്കിൽ, അവരന്ന് രാത്രി പാടില്ലായിരുന്നു. അന്ന് രാത്രി അവർ പ്രാർത്ഥിക്കില്ലായിരുന്നു. അന്ന് രാത്രി അവർ ആരാധിക്കില്ലായിരുന്നു. പക്ഷെ അവരുടെ അകത്ത്, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വായിച്ചു, വായിക്കാൻ പറ്റുന്ന മനസ്സിലാക്കി, അവിടെ വ്യാപരിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതുവരെ മാർസിഡോണിയൻ കാരാഗ്രഹത്തിൽ കണ്ടിട്ടില്ലാത്തതൊന്ന് കാണാൻ തുടങ്ങി. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കകത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും ഉയർക്കാതിരിക്കാൻ വേണ്ടി കല്ലറ കാവൽ ചെയ്ത് സീൽ ചെയ്തതാ. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ദൈവജനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച്, അവരുടെ നിരാശയുടെ ദിവസം, നിന്ദയുടെ ദിവസം, ഏറ്റവും കഷ്ടത്തിന്റെ ദിവസം. ആ ദിവസങ്ങളിൽ ഒരു വാതിലടച്ച് യഹൂദന്മാരെ പേടിച്ച് അകത്തിരിക്കുമ്പോൾ കല്ലറയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. ശക്തി വ്യാപരിച്ചപ്പോൾ അന്ന് വരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി. മാളിക മുറിയിൽ ശക്തി വ്യാപരിച്ചപ്പോൾ പുതിയ തുടക്കം, അവിടെ ജനനം നടന്നു, സഭയുണ്ടായി. ഇനി അങ്ങോട്ടുള്ള ഓരോ ഭാഗവും നിങ്ങൾ ചിന്തിച്ചു. പ്രശ്നത്തെ പ്രശ്നമായി കാണാതെ ഈ രാജാവ് കണ്ടതുപോലെ നിന്നയും കഷ്ടം അതിനെ മറക്കണ്ട. ശരിയാണ്, ഞങ്ങളുടെ സാഹചര്യം ശരിയല്ല, ഞങ്ങൾ കിടക്കുന്ന ദേശം ശരിയല്ല, യുദ്ധ കൊതിയന്മാർ വെല്ലുവിളിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്നും അവന്മാർ മോശമാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് വിറ്റുപിറക്കി പോരാതിരിക്കുകയല്ല, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ശക്തി വ്യാപരിക്കണം. അതിൻ്റെ സകല സാധ്യതകൾ ഉപയോഗിക്കണം. ഈ ശക്തി വ്യാപരിക്കാനുള്ള സാധ്യത
അതെന്താണോ അത് ദൈവസന്നിധിയിൽ ഉണ്ടാകണം. അയാൾക്ക് മനസ്സിലായി ഇവിടെ വേറൊരു രാജ്യത്തെ കൂട്ടുപിടിച്ച്, സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് യുദ്ധം വലുതാക്കിയല്ല വേണ്ടത്, ആത്മീകരെ കൂട്ടുപിടിച്ച് ശക്തി വലുതാക്കിയാണ് വേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ആത്മീകരെ കൂട്ടുപിടിച്ച് ശക്തി വലുതാക്കുക. സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരു രാജ്യത്ത് 2 ഓപ്ഷനാണുള്ളത്. രാജാക്കളാണെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ഇസ്രായേലിൽ സഹോദരന്മാരെ ഇതിനു മുമ്പ് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. യുദ്ധം നേരിട്ട സമയത്ത് അവര് ചെയ്തത്, യെഹോശാഫാത്തിനെ പോലുള്ളവരൊക്കെ നല്ലവരായിരുന്നു, ചെയ്തത് വേറെ രാജാക്കന്മാരോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ചെറിയ രാജ്യമാണ്, നീയും ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് യുദ്ധം വലുതാക്കി. എന്നാൽ ഹിസ്കിയ രാജാവ് അടുത്തുള്ള രാജാവിൻ്റെ അടുക്ക് പോയി കാല് പിടിക്കുകയല്ല ചെയ്തത്, പ്രവാചകന്റെ അടുക്ക് ചെന്ന് പറഞ്ഞു, സ്തോത്രം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടുത്തെ പോരായ്മ സൈന്യത്തിൻ്റെ കുഴപ്പമോ ഞങ്ങളുടെ ധൈര്യത്തിൻ്റെ കുഴപ്പമല്ല, ശക്തി ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. ആത്മീക ശക്തിയാണ് ഇവിടെ. പ്രസവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് സ്പിരിച്വൽ ലാംഗ്വേജ് ആണ്. ഇവിടെ പറയുന്നത് ആത്മശക്തിയാ. ആത്മശക്തി ആസ്പത്രിയിൽ പോയാൽ കിട്ടില്ല, ആത്മശക്തി കോടതിയിൽ പോയാൽ കിട്ടില്ല, ആത്മശക്തി അടുത്ത വീട്ടിലെ രാജാവിന്റെ അടുക്ക് പോയാൽ കിട്ടില്ല, ആത്മശക്തി ആങ്ങളുടെ അടുക്ക് പോയാൽ കിട്ടില്ല. അതിന് ആത്മശക്തി വ്യാപരിക്കുന്ന പ്രവാചകന്റെ അടുക്ക് പോകണം. രാത്രി ദൈവം നിങ്ങളെ തിരിച്ചുവിടുകയാ, ദൈവം നിങ്ങളെ തിരിച്ചുവിടുകയാ. നീ സ്തോത്രം, വിഷയം വലുതാക്കരുത്, പ്രശ്നം വലുതാക്കരുത്, യുദ്ധം വലുതാക്കരുത്. ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിൽ സ്വർഗം പറയുന്നു, യുദ്ധമൊക്കെ ദൈവം ഏറ്റെടുക്കും. നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നോക്ക്, അതിന് കൂട്ടായ്മകൾ വർദ്ധിപ്പിക്ക്, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്ക്, നിന്റെ വീട്ടിലേക്ക് പ്രവാചകന്മാരെ വിളിക്ക്, നിന്റെ വീട്ടിൽ പാവിരിക്ക്, നിന്റെ വീട് തുറക്ക്. നീ കൂട്ടായ്മയ്ക്ക് പോ, തിങ്കളും ചൊവ്വ ബുധനും വേഴൊക്കെ നീ പ്രാർത്ഥനയ്ക്കിരിക്ക്, ശക്തി വർദ്ധിക്ക്. സ്വർഗം ചിലത് ജനിപ്പിക്കാൻ പോകുകയാ, ജനിപ്പിക്കാൻ പോകുക. ദൈവം അത് ചെയ്യാൻ പോവുക. ഞാൻ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, അന്തരീക്ഷം മാറ്റാൻ പറ്റിയാൽ സ്തോത്രം, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അവസാനത്തെ ലാസ്റ്റ് പോയിന്റ്, അന്തരീക്ഷം മാറ്റുന്നത് കുറെ അലങ്കാര ലൈറ്റുകൾ ഇട്ടും സ്തോത്രം അല്ലെങ്കിൽ തോരണം തൂക്കിയല്ല. ആത്മീക ചരിത്രത്തിൽ അന്തരീക്ഷം മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവ് കൊണ്ട് അന്തരീക്ഷം മാറ്റാമെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. എന്നും യോഗം, എന്നും പ്രാർത്ഥന, ഇത്രയും അഭിഷിക്തന്മാർ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു സഭയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി എന്നിട്ടും ദൈവം പറയുന്നു, നിങ്ങളുടെ ശക്തി അടുത്ത കൊല്ലം കൂടട്ടെ, ഓരോരുത്തരുടെയും പവർ കൂടട്ടെ. ഞാൻ ഉറപ്പ് തരാം, 2025 വരെ നിങ്ങൾ കണ്ട വെല്ലുവിളി അടുത്ത കൊല്ലം ഉണ്ടാകില്ല. ഷുവർ, യേശുവിന്റെ നാമത്തിൽ അടുത്ത കൊല്ലം ഉണ്ടാകില്ല. ശക്തി കൂടുന്നിടത്ത് കല്ലുരുണ്ടു പോകും, ശക്തി കൂടുന്നിടത്ത് മുദ്ര പൊട്ടി മാറും. ശക്തി കൂടുന്നിടത്ത് കെട്ടുകൾ അഴിയും, ശക്തി കൂടുന്നിടത്ത് മുറിവുകൾ ഉണങ്ങും. അടിച്ചു കീറിയ കർത്താവിന്റെ ശരീരത്തിന്റെ മുറിപ്പാടുകൾ ഉണങ്ങി. ശക്തി കൂടുന്നിടത്ത് ജീവൻ വ്യാപരിക്കും, ജനനം നടക്കും, മരണം മാറിപ്പോകും. രാത്രികാലം സ്വർഗം പറയുന്നു, മരണം നീക്കുന്ന അന്തരീക്ഷം, രോഗം മാറ്റുന്ന അന്തരീക്ഷം, യുദ്ധം മാറ്റുന്ന അന്തരീക്ഷം, അതിന്ന് രാത്രി സ്വർഗം ചെയ്യാൻ പോവുക. അതിന്റെ പകർച്ച ദൈവം തരാൻ പോവുക. സ്വർഗത്തിലെ ആത്മാവിന് ചെയ്യാൻ പോവുക. ദൈവസന്നിധിയിൽ അത് നിറവേറാൻ പോവുക. നമുക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഈ ദൂത് കേൾക്കുമ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് വരുന്നതിനേക്കാൾ ഇപ്പോൾ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പറഞ്ഞു നിർത്തുമ്പോൾ 2-3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഈ ശുശ്രൂഷ മധ്യത്തിൽ പ്രേരിപ്പിച്ചു. ഒന്ന്, അന്തരീക്ഷം മാറ്റുന്ന പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ഒരു പകർച്ച ഇന്ന് രാത്രി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ,
നമ്മൾ പ്രാർത്ഥിച്ചവരാണ്, ശുശ്രൂഷയിൽ നിന്നവരാണ്, ദൈവദാസനും കൂടെയൊക്കെ നിൽക്കുന്നവരാണ്. പക്ഷേ ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ആത്മാവിൽ സ്തോത്രം, ഒരു അന്തരീക്ഷത്തിൻ്റെ മാറ്റത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗം പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടൈമായത്. അത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരാമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന്. രണ്ടാമത്തത് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞത്, സ്തോത്ര ഹല്ലേലൂയ, ശക്തി കൂടിയാൽ സാഹചര്യം എന്താണെങ്കിലും കേട്ടിട്ട് മാത്രം മുന്നോട്ട് വന്നാൽ മതി. സാഹചര്യം എന്താണ്, നിന്നയോ കഷ്ടമോ ശാസനയോ കേസോ വഴക്കോ എന്താണെങ്കിലും പവർ കൂടിയാൽ ആ പ്രശ്നം കൈ തൊടാതെ അങ്ങ് അവസാനിപ്പിക്കും ദൈവം. ഇന്ന് രാത്രി അതിനൊരു സമയം ദൈവം തരിക. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവരെല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലാസ്റ്റ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ അന്തരീക്ഷം ചൂടായി കിടക്കുമ്പോൾ, സ്തോത്രം, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, നീ ഒരു സംഭവമാകണം. നീ ചെല്ലുന്നിടത്ത് അന്തരീക്ഷം മാറണം. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടണം. സ്വർഗം ഇന്ന് രാത്രി സംഭവിപ്പിക്കണം. ചേർന്ന് നിൽക്കുന്ന എല്ലാവരും കണ്ണടച്ചു. എന്നെ നോക്കി നിൽക്കണ്ട, കണ്ണടച്ചു.